ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സർപ്പക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാവാർഷികം 2026 ഫെബ്രുവരി 2 തിങ്കളാഴ്ച പാമ്പുമേക്കാട്ടുമന ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ. എന്റെ നാട് കാർഷികോത്സവത്തിന് കോതമംഗലത്ത് തുടക്കം. നടി മഞ്ജു വാര്യർ ഉദ്ഘാടനം ചെയ്തു. എന്റെ നാട് കാർഷികോത്സവത്തിന് കോതമംഗലത്ത് തുടക്കമായി. മഞ്ജു വാര്യർ കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം പൊതുസമൂഹം ഏറ്റെടുക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് കാർഷിക വൃത്തി. എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് കർഷകർ എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ മറ്റെന്ത് കാര്യങ്ങൾക്കും ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ മാറ്റിവെക്കാവുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടും. പക്ഷേ ഈ കാർഷിക വൃത്തിക്കോ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്കോ പകരം മാറ്റിവെക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലോകത്ത് മറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ രാഷ്ട്രത്തിന്റെ നമ്മൾ ഇന്നിപ്പോൾ ജീവിക്കുന്ന സാമൂഹിക ജീവിതത്തിന്റെ നട്ടെല്ലായി എന്നും നിലകൊള്ളേണ്ട ഒരു മേഖലയാണ് കാർഷിക വൃത്തി എന്ന് പറയുന്നത്. ഇനി ആലോചിക്കപ്പെടേണ്ടത് ശരിക്കും നമ്മുടെ യുവതലമുറയെ കാർഷിക വൃത്തിയുമായി എങ്ങനെ കൂടുതൽ അടുപ്പിക്കാമെന്നും അവരുടെയൊക്കെ ഒരു ചിന്തയും അവരുടെയൊക്കെ പുതുമയുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ചിന്തകളും ഒക്കെ കാർഷിക വൃത്തിയെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ ഇങ്ങനെയുള്ള കാർഷിക ഉത്സവങ്ങൾ, കാർഷിക മേളകൾ വളരെയധികം ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും അവയ്ക്ക് ശാശ്വത പരിഹാരം കാണാനും പരിഗണന നൽകണമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ചാണ്ടി ഉമ്മൻ MLA ആവശ്യപ്പെട്ടു. ഇതേപോലത്തെ ഉത്സവങ്ങൾ ഈ ഒരു നാടിന്റെ തന്നെ ഉത്സവമായി മാറിയിരിക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നു. എല്ലാ ആശംസകളും പ്രിയപ്പെട്ട ശിവചേട്ടൻ നേരുകയാണ്. ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ച് അതിനോട് ചേർന്ന് ഈ പല ഇവന്റ്സും ചേർന്ന് നടത്തുന്നു. എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. കോതമംഗലത്ത് പലതവണ വരുവാൻ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊതുപരിപാടി ഇത്ര വലിയൊരു പൊതുപരിപാടിയിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചിട്ടില്ല. ഏതായാലും നിങ്ങളോടൊപ്പം ഈ ദിവസമായിരിക്കാൻ സാധിച്ചത് സന്തോഷം. ചെയർമാൻ ഷിബു തെക്കുംപുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അടുത്ത ജനുവരിയിൽ നടത്തുന്ന കാർഷിക മേള കേരളം കണ്ടതിൽ ഏറ്റവും മികച്ച കാർഷിക മഹാമേളയായി മാറ്റുമെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു. കോതമംഗലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനപങ്കാളിത്തത്തോടുകൂടി ഈ കാർഷിക മേള സംഘടിപ്പിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയുണ്ടാകണം, വലിയ സഹകരണം ഉണ്ടാകണം. കാർഷിക മേഖല നമുക്കറിയാം സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും എല്ലാ തരത്തിലും കർഷകരാണ് ഈ നാടിൻ്റെ നട്ടെല്ല്. നമുക്ക് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ തരത്തിലും ശക്തമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എൽദോസ് കുന്നപ്പിള്ളി MLA, കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, പ്രിൻസ് വർക്കി, EM മൈക്കിൾ, KM കുര്യാക്കോസ്, CK സത്യൻ, PM സിദ്ദിഖ്, ബാബു പോൾ, PA പാതുഷ, ജോഷി പൊട്ടയ്ക്കൽ, ജോഷി കുര്യാക്കോസ്, KE കാസിം, ബിജി ഷിബു, ഡാമി പോൾ, KP കുര്യാക്കോസ്, ലിസി പോൾ എന്നിവർ പ്രസംഗിച്ചു. കാർഷികോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് 3-ന് കൃഷിക്ക് ഭീഷണിയായി കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും വിഷയത്തിൽ സെമിനാർ, തുടർന്ന് മികച്ച കർഷകരെ ആദരിക്കൽ, പ്രാദേശിക കലാകാരന്മാരുടെ മെഗാ ഷോ എന്നിവ നടത്തപ്പെടും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.